സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. ഗിരീഷ് ചന്ദ്ര ഘോഷ് ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് അദ്ദേഹം ഒരു ഓർമ്മകൾ, ഭഗവാനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒന്ന് ഓർത്തെടുക്കുകയാണ്. ഭഗവാനോടൊപ്പം ഉണ്ടായിരുന്ന ആ ഏതാനും ദിവസങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു കഷ്ടിച്ച് 2 വർഷം, അത്രേ മാത്രമേ ഗിരീഷ് ചന്ദ്ര ഘോഷിന് ഭഗവാനുമായിട്ട് സഖ്യമായിട്ടുള്ളൂ. 84 മുതൽ 86 വരെ 2 വർഷത്തെ, കൃത്യം 2 വർഷം ഒരുമിച്ചുണ്ടായിരുന്നു. പക്ഷേ അതിനു മുമ്പേ തന്നെ ഭഗവാനെ കണ്ടിരുന്നു. 80കളോടുകൂടി തന്നെ, 1880കളോടുകൂടി തന്നെ ഭഗവാനെ കാണാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഭഗവാനുമായിട്ട് അങ്ങനെ അടുത്ത് പെരുമാറുന്ന ഒരു ഘട്ടം വന്നിട്ടില്ല. മാത്രമല്ല, അങ്ങനെ ഭഗവാനോടുള്ള ഭഗവാനെ മനസ്സിലാക്കിക്കൊണ്ടല്ല ആദ്യത്തെ കാഴ്ചകളൊന്നും ഉണ്ടായത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു ഘട്ടത്തിൽ, അതായത് ഭഗവാന്റെ ദേഹത്യാഗത്തിന് ശേഷം ഏതാണ്ട് 20 വർഷം കഴിഞ്ഞ് ബംഗാളിലെ ചില പ്രസിദ്ധീകരണങ്ങൾ, പബ്ലിക്കേഷനുകൾ ഗിരീഷ് ചന്ദ്ര ഘോഷിനോട് ആവശ്യപ്പെട്ടത് ഭഗവാനെക്കുറിച്ചുള്ള അനുഭവം ഒന്ന് എഴുതി കൊടുക്കണം എന്നായിരുന്നു. ഭഗവാനോടൊപ്പം ഉണ്ടായിരുന്ന ആ എക്സ്പീരിയൻസ് 20 വർഷം കഴിഞ്ഞിട്ടാണ്, 20 വർഷം കഴിഞ്ഞിട്ടുള്ളൊരു സന്ദർഭമാണ്. അപ്പോൾ അതൊന്ന് എഴുതി കൊടുക്കണം എന്ന് ഈ ബംഗാളിലെ 1-2 പ്രസിദ്ധീകരണക്കാർ ആവശ്യപ്പെട്ടു. ഇത് കേട്ടപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷ് തന്നെ പിന്നീട് ഇനി ഉള്ളത് അവർ പറഞ്ഞതനുസരിച്ച് ഭഗവാനെക്കുറിച്ച് എന്താണ് തനിക്ക് എഴുതാനുള്ളത് എന്നുള്ള ആ ആത്മസഞ്ചാരമാണ്. പിന്നീട് എങ്ങനെയാണ് ഭഗവാനെ ഇവർക്ക് വേണ്ടി താൻ എഴുതി കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് താനും ഭഗവാനുമായിട്ടുള്ള ബന്ധം എങ്ങനെയൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു തനിക്ക് പറയേണ്ടത് എന്നുള്ള ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ആണ് എഴുതി കൊടുക്കാൻ തീരുമാനിച്ച് ഗിരീഷ് ചന്ദ്ര ഘോഷ് സമ്മതിച്ചത്. അപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷ് തന്നെ പറയുന്നു, എനിക്ക് വളരെ എളുപ്പമാണത്, കാരണം നിഷ്പ്രയാസം എനിക്കത് സാധിക്കും. കാരണം ഞാൻ ഭഗവാനോടൊപ്പം ഉണ്ടായിരുന്ന ആ സന്ദർഭങ്ങളും നിമിഷങ്ങളും തൻ്റെ അനുഭവങ്ങളും എല്ലാം വളരെ ഈസിയായിട്ട് എനിക്ക് എഴുതി കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ഈ പബ്ലിക്കേഷൻ്റെ ആൾക്കാർ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഒട്ടും വിഷമിക്കേണ്ട, ഞാൻ ഉടൻ തന്നെ അത് എഴുതി തരാം എന്ന് അവരോട് സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷ് വിചാരിച്ചത് താൻ അനുഭവിച്ച കാര്യങ്ങളാണല്ലോ എഴുതേണ്ടത്. അപ്പോൾ എല്ലാം വളരെ വ്യക്തമായി ഇന്നലെ പോലെ ഓർക്കുന്നുണ്ട്, ഒന്നും മറന്നിട്ടില്ല. ഓരോ സന്ദർഭങ്ങളും ഇന്നലെ നടന്ന പോലെ ഓർമ്മയിലുണ്ട്. ഇപ്പോൾ 20 വർഷം കഴിഞ്ഞെങ്കിലും അതുപോലെ ഓർമ്മയുണ്ട്. അതുകൊണ്ട് വളരെ ധൈര്യപൂർവ്വം എഴുതി കൊടുക്കാനായിട്ട് ഗിരീഷ് ചന്ദ്ര ഘോഷ് അത് എഴുതാനിരിക്കുകയാണ്. അപ്പം ഗിരീഷ് ചന്ദ്ര ഘോഷ് അത് എഴുതാനിരിക്കുമ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷ് തന്നെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. കാരണം ഏകദേശം എത്രയോ നാടകങ്ങളാണ് താൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ നാടകങ്ങളെല്ലാം എഴുതി, അപ്പോൾ എഴുത്ത് എന്ന് പറയുന്നത് ഗിരീഷ് ചന്ദ്ര ഘോഷിനെ സംബന്ധിച്ച് നിഷ്പ്രയാസം സാധിക്കുന്ന ഒരു കാര്യമാണ്. നിരന്തരം നാടകങ്ങൾ എഴുതിയ ആ പരിശീലനം കയ്യിലുണ്ട്. മാത്രമല്ല, നിരവധി ക്യാരക്ടേഴ്സിനെ, അതും പുരാണ സംബന്ധമായ ക്യാരക്ടേഴ്സിനെ തന്നെ ഒരുപാട് സൃഷ്ടിച്ചിട്ടുണ്ട് ഗിരീഷ് ചന്ദ്ര ഘോഷ് തൻ്റെ നാടകങ്ങൾക്ക് വേണ്ടി. പ്രത്യേകിച്ച് ഇങ്ങനെ ഓരോ കഥാപാത്രങ്ങളെയെല്ലാം സൃഷ്ടിക്കുമ്പോൾ. അപ്പോൾ ആ തരത്തിൽ വളരെ എക്സ്പീരിയൻസ്ഡാണ്. എഴുത്തിൻ്റെ കാര്യത്തിൽ ഗിരീഷ് ചന്ദ്ര ഘോഷ് വളരെ എക്സ്പീരിയൻസ്ഡാണ്.
അതുകൊണ്ട് എഴുതുക എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല എന്ന് ഗിരീഷ് ചന്ദ്ര ഘോഷിന് അറിയാമായിരുന്നു. അപ്പോൾ അത്തരം ഒരു ബാക്ക്ഗ്രൗണ്ട് തനിക്കുണ്ട് എന്നുള്ള ബോധത്തിൻ്റെ ഭാഗമായിട്ടാണ് പബ്ലിക്കേഷൻകാരോട് പറഞ്ഞത് എഴുതിത്തരാം എന്ന് പറഞ്ഞിട്ടാണ് എഴുതാനിരിക്കുന്നത്. അപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷ് തന്നെ പറയുകയാണ്, എഴുതാനായിട്ട് പേപ്പറൊക്കെ എടുത്ത് വെച്ച് തൻ്റെ എഴുത്തുമേശ മുന്നിലോട്ട് വെച്ച് എഴുതാനിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു പ്രശ്നം. എന്താണ് ആദ്യം എഴുതേണ്ടത്? ആദ്യം എഴുതേണ്ടത് എന്താണ് എന്ന് മാത്രമല്ല, അത് എങ്ങനെയാണ് എഴുതേണ്ടത്? ഈ രണ്ട് ചോദ്യങ്ങൾ പെട്ടെന്ന് ഗിരീഷ് ചന്ദ്ര ഘോഷിനെ വല്ലാതെ വലച്ചുകൾ. ഗിരീഷ് ചന്ദ്ര ഘോഷ് പറയുന്നത്, ആകെ ജീവിതത്തിൽ 90 നാടകങ്ങൾ ഇതിനകം എഴുതിയിട്ടുണ്ട്, അതിൽ കൂടുതൽ കഥകൾ എഴുതിയിട്ടുണ്ട്, ഏതോ 10-20 കഥകൾ എഴുതിയിട്ടുണ്ട്, പിന്നെ കവിതകൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സാഹിത്യ മേഖലയിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻ നൽകിയ ആളാണ്. ഇത്രയും നാടകങ്ങൾക്ക് സംഭാഷണങ്ങൾ എഴുതിയ ആളാണ്. അപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷ് പറയുന്ന ആ കൈകൾ, അത്രയും ശക്തമായി നാടകം എഴുതിയ തൻ്റെ കൈകൾ പെട്ടെന്ന് മരവിച്ച പോലെയായി. ഒരക്ഷരം എഴുതാൻ പറ്റുന്നില്ല. ഗിരീഷ് ചന്ദ്രഘോഷ് വല്ലാത്തൊരു മാനസികാവസ്ഥയിലൊക്കെ ആയിപ്പോയി. ഇതെന്താണ്? ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനൊരു നേരിട്ടിട്ടില്ല. കാരണം അത്രമാത്രം നാടകങ്ങൾ എഴുതിയിട്ടുള്ള ഒരാൾ. ഗിരീഷ് ചന്ദ്രഘോഷ് പറയുന്നത്, എനിക്ക് ഒരു നിമിഷം ആ പേനയും കടലാസും മുന്നിലിരിക്കുമ്പോൾ ആ മഷിക്കുപ്പിയിൽ പേന മുക്കി എഴുതാനായിട്ട് കടലാസിൽ തൊടാൻ മാത്രമേ പറ്റുന്നുള്ളൂ. ഒരക്ഷരം എഴുതാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വിറങ്ങലിച്ച പോലെ നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. ആരും ഒരു വാക്ക് പോലും പുറത്തു വരുന്നില്ല, എഴുതാൻ പറ്റുന്നില്ല. അപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷ് വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ആലോചിക്കുകയായിരുന്നു. അപ്പോൾ മറ്റു പല ശിഷ്യന്മാരും ഭഗവാന്റെ സ്നേഹം അവരിൽ ചൊരിഞ്ഞതിനെക്കുറിച്ച് പറഞ്ഞത് നിരവധി തവണ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ എഴുതാനുള്ള ആ ഒരു എങ്ങനെ എഴുതണം, എവിടെ തുടങ്ങണം എന്നുള്ള ആലോചനയാണ് പിന്നെ മനസ്സിൽ കയറുന്നത്. എഴുതാൻ പറ്റിയിട്ടില്ല, പക്ഷേ ആലോചന മനസ്സിലേക്ക് വരുന്നു. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷ് ആദ്യം ആലോചിച്ചത്, മറ്റ് പല ശിഷ്യന്മാരും ഭഗവാന്റെ സ്നേഹം അവരിൽ എങ്ങനെയാണ് ആ സ്നേഹം അവരിൽ ചൊരിഞ്ഞത് എന്ന് അവർ പറഞ്ഞ് നിരവധി തവണ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ വേണമെങ്കിൽ എഴുതാം. പിന്നെ വളരെ ആഹ്ലാദപൂർവ്വം ഭഗവാന്റെ ഓരോ നിമിഷങ്ങളെക്കുറിച്ച് ഈ മറ്റ് ശിഷ്യന്മാരും അല്ലെങ്കിൽ മറ്റുള്ള അന്ന് സമകാലികരായി ഉണ്ടായിരുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് വട്ടം കൂടി ഇരുന്നുമൊക്കെ നിരവധി തവണ ചർച്ച ചെയ്തിട്ടുണ്ട്, പരസ്പരം ഇരുന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിപ്പോൾ ഓർമ്മയിൽ വരുന്നുണ്ട്. എന്നാൽ അങ്ങനെ അങ്ങ് എഴുതാൻ പറ്റുമോ? അതാണോ എഴുതേണ്ടത്? അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഒരു കാര്യം പറഞ്ഞാലുടൻ ഓരോരുത്തരായി അവരവരുടെ പ്രതികരണം എന്ന നിലയിൽ ഭഗവാനെക്കുറിച്ച് ഓരോ അനുഭവങ്ങൾ വിവരിക്കാൻ ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല ഇതേവരെ. കാര്യം ഇവരെ ഒന്നിച്ചിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് തിയേറ്ററിലൊക്കെ ഇരിക്കുമ്പോൾ, ഭഗവാനെക്കുറിച്ച് സംസാരിക്കാനിരിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റു പ്രമുഖരായ എഴുത്തുകാർ, ബങ്കിങ് ചന്ദ്ര ചാറ്റർജിയെ പോലുള്ളവർ, അല്ലെങ്കിൽ അതേപോലുള്ള എഴുത്തുകാർ, സാമൂഹിക പ്രവർത്തകർ, സാംസ്കാരിക നായകന്മാരെല്ലാം ഒന്നിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഭഗവാനെക്കുറിച്ച് പരസ്പരം സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഓരോരുത്തരും പറയുന്നതിനോട് പ്രതികരിക്കുന്ന രീതിയിൽ പ്രതികരണങ്ങൾ, ഭഗവാനെക്കുറിച്ച് ഓരോ അനുഭവങ്ങൾ, ആ പ്രതികരണങ്ങൾ എന്ന നിലയിൽ ഭഗവാനെക്കുറിച്ചുള്ള ഓരോ അനുഭവങ്ങൾ വിവരിക്കുന്നതിൽ ഒരു തടസ്സവും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഒരു വലിയ ഒഴുക്കുള്ള നദിയിലെന്ന പോലെ ആ വിവരങ്ങൾ ഇങ്ങനെ ഒഴുകിയെത്തും. ഇങ്ങനെ സംസാരിക്കുമ്പോഴും ഇത്തരം ചർച്ചകൾ നടത്തുമ്പോഴും ഒരു വലിയ നദിയിൽ എങ്ങനെയാണോ ഒരു വെള്ളം ഒഴുകി വരുന്നത്, ആ ഫ്ലോ അനുസരിച്ച് ഭഗവാനെക്കുറിച്ചുള്ള ഓർമ്മകളും അല്ലെങ്കിൽ ഭഗവാനെക്കുറിച്ചുള്ള വിവരണങ്ങളും അനുഭവങ്ങളും എല്ലാം ഗംഭീരമായിട്ട് ഇങ്ങനെ ഒഴുകി വരും. അതിനൊന്നും ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല ഇതുവരെ. പിന്നെ ഓരോരുത്തർ ഓരോന്ന് പറയുമ്പോൾ അതേപോലെ അനുഭവം തനിക്കുണ്ടോ എന്ന് ആലോചിച്ച് നോക്കാറുണ്ട്. ഓരോരുത്തരും ഇത് പറയുമ്പം തനിക്കും അതിന് സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഗിരീഷ് ചന്ദ്ര ഘോഷ് അങ്ങനെ തനിക്കുണ്ടായിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കാറുണ്ട്. എന്നിട്ട് മറ്റുള്ളവർക്ക് അവരും അപ്പോൾ ഉണ്ടായിരുന്നു എന്ന പോലെ ആ രംഗങ്ങൾ പുനരവതരിപ്പിക്കാൻ കഴിയുമായിരുന്നു.
മറ്റുള്ളവരുടെ മുമ്പിൽ. അതായത് ഓരോരുത്തരും അവരവരുടെ അനുഭവങ്ങൾ പറയും. ഇത് ഗിരീഷ് ചന്ദ്ര ഘോഷ് ആലോചിച്ച് നോക്കണം. ഗിരീഷ് ചന്ദ്ര ഘോഷ് ഒരു കടലാസ് വച്ചിട്ട് എഴുതാനിരിക്കുകയാണ്. ആ എഴുതാനിരിക്കുമ്പോൾ ഒരു വരി പോലും എഴുതാൻ പറ്റാതെ, ഒരു അക്ഷരം പോലും എഴുതാൻ പറ്റാതെ കൈ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ ചിന്തകൾ വരുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഭഗവാനെക്കുറിച്ചുള്ള തൻ്റെ ഓർമ്മകൾ അല്ലെങ്കിൽ പരസ്പരം മറ്റുള്ളവരുമായിട്ട് ഭഗവാനുമായിട്ടുള്ള അനുഭവങ്ങൾ വിവരിക്കുമ്പോൾ ഓരോ ഘട്ടത്തിലും എങ്ങനെയൊക്കെയാണ് തനിക്കുണ്ടായിട്ടുള്ള അനുഭവം എന്നിങ്ങനെ ആ ഘടന ഓർക്കുകയാണ്. അതിൻ്റെ ഓരോ ഘടനയായിട്ട് ഇതിൽ ഈ പറഞ്ഞതിൽ ഏത് ഘടനയിലാണ് എഴുതാൻ തുടങ്ങേണ്ടത് എന്നാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ആലോചന. എഴുത്തുകാരങ്ങനെയാണല്ലോ. അപ്പോൾ ഏത് ഘടനയിൽ വേണം ഇത് അവതരിപ്പിക്കാനെന്ന് ഇങ്ങനെ ആലോചിക്കും. അപ്പോൾ ആ രീതിയിൽ ആലോചിച്ച് വരികയാണ്. അപ്പോൾ മറ്റുള്ളവർക്കുള്ള അനുഭവങ്ങൾ പറയുന്നു. അതിന് സമാനമായ അനുഭവം തനിക്കുണ്ടായെങ്കിൽ ആ സമാനമായ അനുഭവം പറയാം. അപ്പോൾ ആ സന്ദർഭങ്ങൾ, ഈ അനുഭവങ്ങൾ പറയുമ്പോൾ അതെങ്ങനെ പറയണം? അപ്പോൾ ഈ പറയുന്ന, അതായത് 20 വർഷത്തിന് ശേഷമാണ് ഇത് പറയാനിരിക്കുന്നത്. അപ്പോൾ 20 വർഷത്തിന് ശേഷം ഇത് പറയാനിരിക്കുമ്പോൾ, ഇത് എഴുതുമ്പോൾ, ഇത് നാളെ വായിക്കുന്ന ഒരാൾക്ക് അയാളും ആ സന്ദർഭത്തിൽ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്ന തരത്തിൽ അത്ര എഫക്റ്റീവായിട്ട് വേണം അവതരിപ്പിക്കാൻ. ഇതൊക്കെ ആലോചന മാത്രമാണ്. പക്ഷേ ഒരക്ഷരം പോലും എഴുതാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു രാത്രി മുഴുവനും ഗിരീഷ് ചന്ദ്ര ഘോഷ് ആലോചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു വരി പോലും എഴുതാൻ പറ്റാതെ, ഉറങ്ങാൻ പറ്റാതെ ആലോചിച്ചുകൊണ്ട് തൻ്റെ എഴുത്തുമുറിയിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതേവരെ എഴുതാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് ഗിരീഷ് ചന്ദ്ര ഘോഷ് വിചാരിക്കുകയാണ് അവസാനം. ഇങ്ങനെ ആലോചിച്ചു, ഇത്രയും ഫോർമാറ്റ് ഇത് പല രീതിയിൽ ആലോചിച്ച് ഇങ്ങനെ വന്നതാണ്. ഇതൊക്കെ എങ്ങനെയൊക്കെ എഴുതാമെന്നൊക്കെ ആലോചിച്ച് നേരം വെളുത്തതേ ഉള്ളൂ. എന്നിട്ട് ഗിരീഷ് ചന്ദ്ര ഘോഷ് ആലോചിക്കുകയാണ്. അപ്പോൾ നേരം ജനലിൽ കൂടെ നോക്കുമ്പോൾ അറിയാം നേരം വെളുക്കാറായി. അപ്പോൾ പറയണം, ഇപ്പോഴിതാ സ്വന്തം അനുഭവം ഒരു കടലാസിലേക്ക് എഴുതാൻ ആവശ്യപ്പെട്ടപ്പോൾ തനിക്ക് ഒരക്ഷരം എഴുതാൻ പറ്റുന്നില്ല. ഇത്രയും അനുഭവം ഉണ്ടായിട്ട്, ഇത്രയും ഭഗവാനോട് സഹവാസം ഉണ്ടായിട്ട്, ഇപ്പോൾ ഒരക്ഷരം എഴുതാൻ പറഞ്ഞപ്പോൾ തനിക്ക് എഴുതാൻ പറ്റുന്നില്ല. അതായത് അത് എഴുതാൻ പറ്റും എന്ന് തോന്നുന്നില്ല എന്നുള്ള ഘട്ടത്തിലേക്ക് എത്തി. അപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷ് തന്നെ ആലോചിക്കുകയാണ്, എന്തുകൊണ്ടാണ് എഴുതാൻ പറ്റാതെ പോകുന്നത് എന്നുള്ളതിന് സ്വയം ഒരു അന്വേഷണം നടത്തുകയാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ്. ഇപ്പോൾ പറഞ്ഞത്, ഇപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷ് അതിന് സമാധാനം കാണുകയാണ്. എന്തുകൊണ്ട് തനിക്ക് ഭഗവാനെക്കുറിച്ച് എഴുതാൻ പറ്റുന്നില്ല. അപ്പോൾ ആ എഴുതാൻ പറ്റാത്തതിൻ്റെ ഒരു എന്തായിരിക്കാം കാരണം എന്നുള്ളത് ഒരു ആത്മവിമർശനത്തോടു കൂടി തന്നെ സ്വയം ആലോചിച്ചിട്ട് അതിന് ഒരു ആശ്വാസം കണ്ടെത്തുകയാണ്. അല്ലെങ്കിൽ അതിന് സ്വയം ഒരു സമാധാനം കണ്ടെത്തുകയാണ്. എങ്ങനെയാണ് ആ സമാധാനം? ഗിരീഷ് ചന്ദ്ര ഘോഷ് പറയുന്നു, അത് വിചാരിക്കുന്നു. എല്ലാം ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ വിചാരങ്ങളാണ് അദ്ദേഹം പിന്നീട് എഴുതി വെച്ചത്. അത് ആ വിചാരങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം എഴുതി ഫലിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ അനുഭവിച്ച സംഘർഷമാണ് ഇപ്പോൾ പറയുന്നത്. പിന്നീട് ഇത് അദ്ദേഹം എഴുതുമ്പോൾ അപ്പോൾ അതിന് വളരെ ശ്രമകരമായ ഇത് വേണ്ടി വന്നു. ഭഗവാനെക്കുറിച്ച് എഴുതൽ അത്ര എളുപ്പമൊന്നുമല്ല എന്നുള്ള ആ ഇത് മറ്റുള്ളവരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് എഴുതാൻ പറ്റാത്തത്, ഭഗവാനെക്കുറിച്ച് എന്തുകൊണ്ടാണ് എഴുതാൻ പറ്റാത്തതെന്നുള്ളതിന് അപ്പോൾ അദ്ദേഹം ഒരു സമാധാനം കണ്ടെത്തിയത്. അദ്ദേഹം ചോദിക്കുകയാണ്, അമ്മയുടെ സ്നേഹം ഒന്ന് എഴുതാൻ ആരോടെങ്കിലും പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുമോ? സ്വന്തം അമ്മയുടെ, ഓരോരുത്തരും ആലോചിക്കുക, അവരവരുടെ അമ്മയുടെ സ്നേഹം എന്താണ് എന്ന് എഴുതാൻ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് ഒരക്ഷരം എഴുതാൻ പറ്റുമോ അമ്മയെക്കുറിച്ച്, അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച്? ആകെ എഴുതാൻ പറ്റുന്നത് അമ്മയുടെ സ്നേഹം എന്നൊരു വാക്ക് മാത്രമായിരിക്കും. അതാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് പറഞ്ഞത്. നമ്മുടെ അമ്മയെക്കുറിച്ച്, നമ്മുടെ അമ്മയ്ക്ക് നമ്മളോടുള്ള സ്നേഹത്തെക്കുറിച്ച് എഴുതാൻ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ലോകത്താരിരുന്ന് എഴുതാൻ ശ്രമിച്ചാലും അയാൾക്ക് എഴുതാൻ കഴിയുന്ന ഒരേ ഒരു വാക്ക് അമ്മയുടെ സ്നേഹം എന്നൊരു വാക്ക് മാത്രം എഴുതാം. പിന്നെ അങ്ങോട്ട് എഴുതാൻ പറ്റില്ല. കാരണം അത് എഴുതാൻ പറ്റുന്നതല്ല സ്നേഹം. പിന്നെയും വേണമെങ്കിൽ അത് ആവർത്തിച്ച് അത് തന്നെ എഴുതാം. അമ്മ നമ്മോട് പറഞ്ഞത്, നമുക്ക് വേണ്ടി ചെയ്തത്, നമ്മെ ലാളിച്ചത്, ഈ ഘട്ടങ്ങളെല്ലാം നമുക്ക് എഴുതാൻ പറ്റുമോ? ഒരക്ഷര രൂപത്തിൽ നമുക്ക് ഒരു എസ്സേ എഴുതുന്ന പോലെ എഴുതാൻ പറ്റുമോ? അതായത് നമ്മളെ ലാളിച്ചത്,
അമ്മ ഏതൊക്കെ തരത്തിലാണ് നമ്മെ സ്നേഹിച്ചത് എന്നുള്ളതെല്ലാം നമുക്ക് എഴുതാൻ പറ്റൂ. ഒരിക്കലും അമ്മയുടെ സ്നേഹം എഴുതാൻ പറ്റില്ല. ഞാനിത് പറയുമ്പോൾ ഓർക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ ഇതൊരിക്കൽ എഴുതി ഈ ഒരു കാര്യം. ഇതേ എഴുത്തുകാരെല്ലാം ഏതാണ്ട് എല്ലാ മേഖലകളിലും ഇരുന്ന് ചിന്തിക്കുമ്പോൾ ഏതാണ്ട് സമാന സ്വഭാവം വരും. വൈക്കം മുഹമ്മദ് ബഷീർ ഒരിക്കൽ ഇത് എഴുതിയത് ഇങ്ങനെയാണ്. വൈക്കം മുഹമ്മദ് ബഷീർ വളരെ ചെറുപ്പത്തിലെ നാട് വിട്ടുപോയി. അന്ന് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തുടക്കകാലമായിരുന്നു. അപ്പോൾ ആ ഒരു ഘട്ടമൊക്കെ വന്നപ്പോൾ അന്നത്തെ അതിൽ ആവേശം കൊണ്ടിട്ട് ഇറങ്ങി നാട് വിട്ടു പോവുകയും പിന്നീട് നമുക്കറിയാം, ബഷീറിൻ്റെ ചരിത്രം വായിച്ചിട്ടുള്ളവർക്ക് അദ്ദേഹം ഇന്ത്യ മുഴുവനും പല രൂപത്തിൽ കറങ്ങി നടക്കുകയായിരുന്നു. മാജിക്കുകാരനായിട്ടും കച്ചവടക്കാരനായിട്ടും അങ്ങനെ പല 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 വേഷങ്ങൾ കെട്ടി ഇന്ത്യയിൽ പല 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 നാടുകളിൽ ചുറ്റി അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയായിരുന്നു. വളരെ ചെറുപ്പത്തിലേ നാട് വിട്ടുപോയ ആളാണ്. അങ്ങനെ പല വേഷങ്ങൾ കെട്ടി ഈ മാജിക്കുകാരൻ്റെ റോഡ് സൈഡിൽ മാജിക്കുകാരനായി, അതുപോലെ തന്നെ അങ്ങനെ പല പല കച്ചവടക്കാരനായി, അങ്ങനെ പല 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 രൂപത്തിൽ നടന്നു. അങ്ങനെ ഇന്ത്യ മുഴുവനും കറങ്ങി അവശനായി ഒരു സന്ദർഭത്തിൽ കുറേ കാലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ കണക്കനുസരിച്ച് അദ്ദേഹം പറഞ്ഞത് 1-2 വർഷത്തിൽ കൂടുതൽ എടുത്തു എന്നാണ്. ഈ 2 വർഷം 3 വർഷത്തിന് ശേഷമാണ് വന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ 2 വർഷം 3 വർഷം കഴിഞ്ഞിട്ട് തലയോലപ്പറമ്പിലെ തൻ്റെ വീട്ടിലേക്ക് എത്തുന്നത് രാത്രി അർദ്ധരാത്രി കഴിഞ്ഞിട്ടാണ്. ഏതാണ്ട് 12 മണി കഴിഞ്ഞ് ഉള്ള സന്ദർഭം. എന്നിട്ട് ആ 12 മണി കഴിഞ്ഞിട്ട് തൻ്റെ വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹം വീട്ടിൽ കതകിനിങ്ങനെ തട്ടിയപ്പോൾ അങ്ങനെ ബഷീർ പറയുന്നത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ തട്ടിയ മാത്രയിൽ തന്നെ ആ കതക് തുറക്കപ്പെട്ടു. നോക്കിയപ്പോൾ അമ്മ മുന്നിൽ നിൽക്കുന്നു. നോക്കൂ, ഞാൻ ആ കതക് തട്ടിയതും ആ കതക് ഉടനെ തുറന്നു. എന്നിട്ട് അമ്മ ആ കതക് തുറന്നു. എന്നിട്ട് അമ്മ ബഷീറിനോട് ആദ്യം പറഞ്ഞത്, മോനെ നീ വല്ലതും കഴിച്ചോ? മേശപ്പുറത്ത് എടുത്തു വച്ചിട്ടുണ്ട്, നിനക്കുള്ള ഭക്ഷണം ഞാൻ മേശപ്പുറത്ത് എടുത്തു വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ബഷീർ ഞെട്ടിപ്പോയി. ബഷീർ ചെന്ന് അടുക്കളയുടെ ഭാഗത്ത് ചെന്നപ്പോൾ മേശപ്പുറത്ത് ഭക്ഷണം എടുത്തു വച്ചിരിക്കുന്നു. ഒരാൾക്ക് കഴിക്കാൻ പാകത്തിന് എടുത്തു വച്ചിരിക്കുന്നു. അപ്പോൾ ബഷീർ പിന്നെ ബഷീർ എഴുതിയതാണ്, കഴിഞ്ഞ 2-2.5 വർഷക്കാലമായി എല്ലാ ദിവസവും അമ്മ കിടക്കുന്നതിന് മുമ്പ് തനിക്കുള്ള ഭക്ഷണം ഇവിടെ ഒരുക്കി വെക്കും. 2.5 വർഷമായി മുടങ്ങാതെ ആ അമ്മ ചെയ്തിരുന്നു. മാത്രമല്ല ഏത് പാതിരാത്രിയിലും മകൻ വരുമെന്നുള്ള ആ ആകാംക്ഷയോടുകൂടി കാതോർത്താണ് അമ്മ കിടന്നത്. അതുകൊണ്ടാണ് ബഷീർ കതകിനൊന്ന് തട്ടിയപ്പോഴേക്കും ആ കതക് തുറന്നത്. ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അമ്മയെക്കുറിച്ച് ബഷീർ എഴുതിയിട്ടുണ്ട്. ഇതാണ് ഒരാൾക്ക് അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് എഴുതാൻ, അത് എഴുതി ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്താണ് ആ സ്നേഹമെന്ന് ഒരിക്കലും നമുക്ക് എഴുതി ഫലിപ്പിക്കാൻ പറ്റില്ല. അതുതന്നെയാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് ഇവിടെ പറഞ്ഞത് അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച്. പിന്നെ അമ്മയുടെ ആ നോട്ടം, അമ്മയുടെ ആ ചലനങ്ങൾ, ഇതാർക്കെങ്കിലും അക്ഷരത്തിൽ എഴുതി ഫലിപ്പിക്കാൻ പറ്റും? മനസ്സിൽ എത്ര തവണ വേണമെങ്കിലും ആ രംഗങ്ങൾ പുനരവതരിപ്പിക്കാം, മനസ്സിൽ അവതരിപ്പിക്കാം. പക്ഷേ ആ രംഗങ്ങൾ സ്മരിക്കുകയും ചെയ്യാം, നമുക്ക് ഓർത്തെടുക്കാം. പക്ഷേ ഏത് ഭാഷയിലാണ് നമുക്കത് എഴുതാൻ പറ്റുക? ആ സ്നേഹം എഴുതാൻ പറ്റുന്ന ഒരു ഭാഷ ഏതാണുള്ളത് ലോകത്ത് ഒരു ഭാഷയിലും ആ സ്നേഹത്തിൻ്റെ ഭാഷ, ആ സ്നേഹത്തെക്കുറിച്ച് ലോകത്തൊരു ഭാഷയിലും തനിക്ക് എഴുതാൻ പറ്റില്ല. അതാണ് ഭഗവാനിൽ നിന്ന് തനിക്ക് കിട്ടിയിട്ടുള്ളത്. സമാനമാണത്. ഭഗവാനിൽ നിന്ന് തനിക്ക് കിട്ടിയിട്ടുള്ളത് ആ സ്നേഹമാണ്, ഒരു അമ്മയുടെ സ്നേഹമാണ്. അപ്പോൾ ആ തരത്തിൽ ഉള്ള ആ അനുഭവത്തെ ഇനി എങ്ങനെ എഴുതാൻ പറ്റും എന്ന് ഉള്ള ആ ഒരു ബോധം വന്നപ്പോഴാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് മനസ്സിലാക്കിയത് തനിക്കത് എഴുതാനാവില്ല എന്ന് മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞു, എഴുതി ഫലിപ്പിക്കാനാവില്ല എന്ന് വിശ്വസിക്കുന്നത്. എന്നിട്ട് ഗിരീഷ് ചന്ദ്ര ഘോഷ് പറയുന്നത് ശ്രീരാമകൃഷ്ണദേവൻ്റെ സ്നേഹം അതെങ്ങനെയായിരുന്നു, എങ്ങനെയായിരുന്നു ആ സ്നേഹം. ഇത് മുഴുവൻ ഓർക്കുന്നതാണ്, ഗിരീഷ് ചന്ദ്ര ഘോഷ് ഓർക്കുന്നതാണ്, ഇത് ഓർത്തെടുക്കുന്നതാണ്. എങ്ങനെയായിരുന്നു ആ സ്നേഹം? ഇനി അമ്മയുടെയും അച്ഛൻ്റെയും സ്നേഹത്തെക്കുറിച്ച് ലൗകിക ഭാവത്തിൽ ആലോചിക്കാൻ സാധിക്കും. എന്നിട്ട് വീണ്ടും അടുത്ത
ആ ഒരു അതെന്തായിരുന്നു ആ സ്നേഹം എന്ന് അന്വേഷിക്കുകയാണ്. ഗിരീഷ് ചന്ദ്ര ഘോഷ് സ്വയം അന്വേഷിക്കുകയാണ് എങ്ങനെയുള്ളതായിരുന്നു ഭഗവാന്റെ സ്നേഹം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ എന്നിട്ട് ഗിരീഷ് ചന്ദ്ര ഘോഷ് തന്നെ അതിനെ ഒന്നുകൂടെ വിശദമാക്കുകയാണ്. അമ്മയുടെയും അച്ഛൻ്റെയും സ്നേഹത്തെക്കുറിച്ച് ലൗകിക ഭാവത്തിൽ ആലോചിക്കാൻ സാധിക്കുന്നു എന്നിരിക്കട്ടെ. നമുക്കങ്ങനെയല്ലേ ആലോചിക്കാൻ പറ്റൂ. അത് മായയാൽ ബന്ധിതമാണ്. അമ്മയുടെ ആയാലും അച്ഛൻ്റെ ആയാലും സ്നേഹം ലൗകികമായ തലത്തിൽ നിന്നുകൊണ്ട് ആലോചിക്കുമ്പോൾ അത് മായ കൊണ്ട് ബന്ധിതമാണ്. അത് നമുക്കറിയാം. അതേസമയം ശ്രീരാമകൃഷ്ണദേവൻ്റെ സ്നേഹം മായാതീതമാണ്. അതിനെ ലൗകിക ഭാഷ കൊണ്ട് എങ്ങനെയാണ് വർണ്ണിക്കാൻ പറ്റുക? അതാണ് ആ എഴുതാൻ പറ്റാതെ പോകുന്നു എന്ന് പറഞ്ഞതിനെക്കുറിച്ച് ഗിരീഷ് ചന്ദ്ര ഘോഷ് സമർത്ഥിക്കുന്നത്. മായാതീതമായ ഒരു സ്നേഹത്തെ എങ്ങനെ ലൗകികമായ ഒരു ഭാഷയിൽ എഴുതാൻ പറ്റും? അത് അനുഭവിക്കാൻ മാത്രമേ പറ്റൂ, അത് എഴുതി ഫലിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ കാരണം ഇത് പറയുമ്പോൾ ഈ കാര്യം പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട്, അതായത് മായാതീതമായ ഒരു അവസ്ഥയിൽ ഇരുന്നു കൊണ്ടാണ് നമുക്ക് ഇത് പറയാൻ കഴിയുക എന്ന് പറയും. അപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷ് അതിന് ഒരു ഉദാഹരണം പറയുന്നെങ്കിൽ നമുക്കത് നമ്മുടേതായൊരു രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തെടുത്താൽ, കാരണം ഗിരീഷ് ചന്ദ്ര ഘോഷ് പറയുന്നതിൻ്റെ ആ അർത്ഥത്തെ നമുക്ക് പരിചിതമായ ഒരു മേഖലയിൽ നിന്നുകൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് ചിന്തിച്ചാലേ അത് കുറച്ചുകൂടെ വ്യക്തമാകും. ഈ പറഞ്ഞത് മായാതീതം എന്ന് പറയുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, 1-ലോ 2-ലോ പഠിക്കുന്ന കാലത്തെ ഒരു പാഠപുസ്തകത്തെക്കുറിച്ച് ആലോചിച്ചാൽ മതി. അപ്പോൾ അതിൽ ഒരു പ്രസക്തമായ പാഠം, നമ്മൾ ആരും മറക്കാത്ത ഒരു പാഠമുണ്ട്. പശു പാൽ തരും, അത് കുടിക്കാഞ്ഞാൽ അമ്മ കരയും. ഇത് നമ്മളെല്ലാം പഠിച്ചിട്ടുള്ള ഒരു പാഠഭാഗമാണ്. പശു പാൽ തരും. ഇപ്പോഴത്തേതിലുണ്ടോ എന്നറിയില്ല. ഇത് എൻ്റെ ഓർമ്മയിലുള്ള പാഠപുസ്തകത്തിൽ 1-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ ഞാനിത് പഠിച്ചിട്ടുണ്ട്. പശു പാൽ തരും, അത് കുടിക്കാഞ്ഞാൽ അമ്മ കരയും. അമ്മ കരയും എന്നത് വേണമെങ്കിൽ എഴുതാം. എന്നാൽ ഇതേ പാൽ നമുക്ക് ലഭ്യമായത് ഈശ്വര കൃപയാണെന്നും ആ പാൽ കുടിക്കാഞ്ഞാൽ ഈശ്വരന് സങ്കടമാവുമെന്നും നമുക്കെങ്ങനെ സങ്കല്പിക്കാൻ പറ്റും? ഇതാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് പറഞ്ഞത്. ഈ 1-ാം ക്ലാസ് പാഠപുസ്തകത്തിൻ്റെ കാര്യം ഗിരീഷ് ചന്ദ്ര ഘോഷ് പറഞ്ഞതല്ല, അത് അദ്ദേഹം വേറൊരു രീതിയിലാണ് പറഞ്ഞത്. അതായത് നമുക്ക് പാഠപുസ്തകത്തിലെ പാഠം വായിക്കുമ്പോൾ നമുക്ക് വ്യക്തതയുണ്ട്. പശു പാൽ തരും, അത് കുടിക്കാഞ്ഞാൽ അമ്മ കരയും, നമുക്ക് മനസ്സിലായി. എന്താണ് നമുക്ക് വ്യക്തതയുണ്ട് ആ കാര്യത്തിൽ. എന്നാൽ ഇതേ പാൽ നമുക്ക് ലഭ്യമാക്കിയത് ഈശ്വര കൃപയാണെന്നും ഈ പാൽ നമുക്ക് ഈശ്വര കൃപയാൽ ലഭ്യമായ ഈ പാൽ നമ്മൾ കുടിക്കാതിരുന്നാൽ ഈശ്വരന് സങ്കടമാകും എന്ന് നമുക്കെങ്ങനെ സങ്കല്പിക്കാനാവും? അങ്ങനെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? ഇത് ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ ചോദ്യമാണ്. അങ്ങനെ നമുക്ക് സങ്കല്പിക്കാം. അതൊരു പുതിയല്ല, കുറേ ഈശ്വരീയമായ അവസ്ഥയിൽ ചിന്തിക്കുമ്പോൾ ഒരു അഗാധ തലത്തിൽ നിന്നുകൊണ്ട് ഗിരീഷ് ചന്ദ്ര ഘോഷിനെ പോലുള്ളവർക്ക് മാത്രം ചെന്നെത്താൻ പറ്റുന്ന ഒരു ഘടനയാണത്. നമ്മൾ അങ്ങനെ ഒന്നും ചിന്തിക്കില്ല. ഇവിടെ നമുക്ക് കിട്ടുന്ന അന്നം അത് ഈശ്വര കൃപയാണെന്നും, അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള അന്നം എന്നുള്ളത് ഒരു എക്സാമ്പിൾ മാത്രമാണ്. നമുക്ക് ഈ ജീവിതത്തിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള ഓരോന്നും ഈശ്വര കൃപ കൊണ്ട്, ഈശ്വരൻ കൃപയാൽ നമുക്ക് തന്നതാണെന്നും, അത് നമ്മൾ വേണ്ടവിധം ആസ്വദിക്കുകയോ അല്ലെങ്കിൽ അത് വേണ്ടവിധം ഉൾക്കൊള്ളുകയോ സ്വീകരിക്കുകയോ ചെയ്തില്ലെങ്കിൽ ഈശ്വരൻ കരയില്ലേ, ഈശ്വരന് സങ്കടം വരില്ലേ എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ എന്നാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് ചോദിക്കുന്നത്. മകൻ്റെ ലൗകിക സുഖമാണ് മാതാപിതാക്കൾ സ്വപ്നം കാണുക. അത് ലൗകിക തലത്തിൽ നിന്ന് ചിന്തിക്കുന്നതാണ്. ഇത് ഗിരീഷ് ചന്ദ്ര ഘോഷ് ഭഗവാന്റെ സ്നേഹവും ലൗകിക തലത്തിലുള്ള സ്നേഹവും തമ്മിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു കമ്പാരിസണാണിത്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിൻ്റെ സഞ്ചാരമാണ് ഇവിടെ നടക്കുന്നത്. കാര്യം മുന്നിലിരിക്കുന്ന കടലാസിലേക്ക് ഒരു അക്ഷരം എഴുതാൻ പറ്റിയിട്ടില്ല. എങ്ങനെ എഴുതണമെന്ന് ആലോചിക്കുന്നതാണ് ഈ പറഞ്ഞ ഘടന മുഴുവനും.
അപ്പോൾ മകൻ്റെ മകൻ്റെ എന്നല്ലെങ്കിൽ മക്കളുടെ ലൗകിക സുഖമാണ് മാതാപിതാക്കൾ സ്വപ്നം കാണുക. ലൗകിക സുഖം അതാണ് മാതാപിതാക്കൾ സ്വപ്നം കാണുക. അതേ മകൻ അല്ലെങ്കിൽ മകൾ വിവാഹത്തേക്കാൾ, അത് മകൻ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് ഇവിടെ എടുത്തത്. മകൾ ഇവിടെ യോജിക്കൂല ഈ പറഞ്ഞെടുത്ത്. ഞാൻ പറഞ്ഞപ്പോൾ മകൾ എന്നൂടെ പറഞ്ഞതുള്ളൂ, മകൻ്റെ കാര്യം മാത്രം. അതേ മകൻ തന്നെ വിവാഹത്തേക്കാൾ സന്യാസ ജീവിതം ആഗ്രഹിച്ചാൽ ഈ മാതാപിതാക്കൾ മാതാപിതാക്കളുടെ അപ്രീതി സമ്പാദിക്കലായിരിക്കും ഫലം. ഇതാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് പറഞ്ഞത്. മകൻ്റെ ലൗകിക സുഖമാണ് മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത്. അതേ മകൻ ഒരു സന്യാസിയാവണം എന്നാഗ്രഹിച്ചാൽ ഈ മാതാപിതാക്കൾ സന്തോഷിക്കുമോ അല്ലെങ്കിൽ അത് അംഗീകരിക്കുമോ എന്നാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് ചോദിക്കുന്നത്. എന്നിട്ട് അവൻ മാതാപിതാക്കളുടെ അപ്രീതി സമ്പാദിക്കും, അതായിരിക്കും ഫലം. അപ്പോൾ അമ്മയും അച്ഛനും പറയുന്നത് എന്തായിരിക്കും? അതായത് താനൊരു മകൻ പറയുന്നു ഞാനൊരു സന്യാസി ആകണം എന്നാഗ്രഹിച്ച എങ്കിൽ ഒരു മകൻ, അച്ഛനും അമ്മയും പറയുന്നത് എന്തായിരിക്കും? അതിന് മറുപടിയായി പറയുന്നത് എന്തായിരിക്കും? എല്ലാറ്റിനും അതാതിൻ്റെ സമയമുണ്ടെന്നും മകനെ അച്ഛനും അമ്മയും ഉപദേശിക്കാനുള്ള സാധ്യത ഇതാണ് എന്നും പറഞ്ഞ് ഗിരീഷ് ചന്ദ്ര ഘോഷ് പറയാം. മകനെ അച്ഛനും അമ്മയും ഉപദേശിക്കുന്നത് ഈ വിധത്തിലായിരിക്കും. എങ്ങനെ? എല്ലാറ്റിനും അതാതിൻ്റെ സമയമുണ്ടെന്നും ലോക ജീവിതത്തിൽ തൻ്റെ കടമകൾ നിർവഹിച്ച ശേഷം ആത്മീയ ജീവിതത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും നല്ലത് എന്നായിരിക്കും അച്ഛനും അമ്മയും പറയുക. ഇത് ഗിരീഷ് ചന്ദ്ര ഘോഷ് പറയാൻ കാരണം ഈ സന്യസ്ത ശിഷ്യരായ ഭഗവാന്റെ ശിഷ്യന്മാരുടെ അവരുടെ മാതാപിതാക്കളുടെ അനുഭവം വെച്ചിട്ടാണ് ഇത് പറയുന്നത്. ഇത് ഈ ഓരോ ഭഗവാന്റെ സ്നേഹത്തെക്കുറിച്ച് എങ്ങനെ അവതരിപ്പിക്കണമെന്ന് പറഞ്ഞു വന്നപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷ് ഇങ്ങനെ കാടുകയറി ചിന്തിക്കുകയാണ്. അപ്പോഴാണ് ഈ ഒരു ഭഗവത് സ്നേഹത്തെ എങ്ങനെ അവതരിപ്പിക്കണമെന്ന് ആലോചിച്ച് വരുന്ന ഘടനകളാണ് ഇതെല്ലാം. അപ്പോൾ എന്തായിരിക്കും പറയുക? അങ്ങനെയുള്ള മക്കളോട്, സന്യസിക്കണമെന്ന് ആഗ്രഹിച്ച മക്കളോട് അച്ഛനും അമ്മയും പറയുന്നത് എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ട്, നീ ഇപ്പം ചെയ്യേണ്ടത് ഇന്ന കാര്യങ്ങളാണ്, അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ച ശേഷം നീ ആത്മീയതയിൽ പ്രവേശിക്കുന്നതായിരിക്കും നല്ലത് എന്നായിരിക്കും സാധാരണഗതിയിൽ ഒരച്ഛനും അമ്മയും ഉപദേശിക്കുക എന്നാണ് പറയുക. എന്നിട്ടും മകൻ അതനുസരിച്ചില്ലെങ്കിൽ അവർ പറയും മകന് വഴിപിഴച്ചു. എന്നിട്ടും അവൻ അത് അനുസരിച്ചില്ലെങ്കിൽ അച്ഛനും അമ്മയും പറയുന്നത് എന്തായിരിക്കും? അവന് വഴിപിഴച്ചു എന്നായിരിക്കും പറയുക. അവൻ ഉപയോഗശൂന്യനായി, പിന്നെ ചീത്ത പറച്ചിലായി മകനോട് ദേഷ്യമായി. പിന്നെ അവൻ ഉപകാരശൂന്യനായി, മകൻ ഉപകാരശൂന്യനായി, ലക്ഷ്യബോധമില്ലാത്തവനായി. ഇങ്ങനെ മറ്റുള്ള ബന്ധുക്കളെ കാണുമ്പോഴോ മറ്റുള്ള സുഹൃത്തുക്കളെ കാണുമ്പോഴോ ഒക്കെ അച്ഛനും അമ്മയും പറയുന്നത് ഇതായിരിക്കും. അവൻ തലതിരിഞ്ഞു പോയി. നോക്കൂ, അവൻ ഈശ്വരോന്മുഖമായി സഞ്ചരിക്കാൻ ആഗ്രഹിച്ചതാണ്. ആ ഈശ്വരോന്മുഖമായി സഞ്ചരിക്കാൻ ആഗ്രഹിച്ച ഒരു മകൻ ഉപകാരശൂന്യനും ലക്ഷ്യബോധമോ ഇല്ലാത്തവനുമായി പോയി എന്നായിരിക്കും അച്ഛനും അമ്മയും പറയുക. എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നുണ്ട് തങ്ങളുടെ വാർദ്ധക്യകാലത്ത് മക്കൾ അവരെ പരിപാലിക്കണമെന്ന്. നമ്മുടെ ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ അന്ന് ഗിരീഷ് ചന്ദ്ര ഘോഷ് എത്ര വ്യക്തമായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നതെന്ന്. ഇത്രയും കാലത്തിന് മുൻപേ നോക്കൂ, ഇത് 100 വർഷത്തിന് മുമ്പെങ്ങാണ്ടാണ് ഇത് ഗിരീഷ് ചന്ദ്ര ഘോഷ് ഇത് അവതരിപ്പിക്കുന്നത്. 100 അല്ലല്ലോ, ഇതിപ്പോൾ വരുമ്പോൾ 70-80 വർഷത്തിന് മുമ്പെന്ന് കൂട്ടാം, 80-90 വർഷത്തിന് മുമ്പ്. അപ്പോൾ അന്ന് ഗിരീഷ് ചന്ദ്ര ഘോഷ് ഇത് നമ്മുടെ സാമൂഹിക ബന്ധങ്ങൾ, മാതാപിതാ ബന്ധങ്ങളുടെ, ആ കുടുംബ ബന്ധങ്ങളുടെ ഒരു സാഹചര്യവും അത് ഈശ്വരോന്മുഖമായി മാറുമ്പോഴുണ്ടാകുന്ന അന്നത്തെ കാലത്തെ കാര്യങ്ങളും വെച്ച് പറയുമ്പോൾ സമാനമായ ഈ ചിന്താഗതികൾക്ക് പറയത്തക്ക മാറ്റമൊന്നും നമ്മുടെ ഈ ഭൂമിയിൽ, ഈ ലോകത്ത് സംഭവിച്ചിട്ടില്ല ഈ നിമിഷം വരെ. അതാണ് നമുക്കിത് മനസ്സിലാക്കുന്നത്. അതായത് മനുഷ്യ സഹജമായ ഒരു സ്വാർത്ഥത ഈ സ്നേഹത്തിൽ പിന്നിലുണ്ടെന്ന് പറയാതിരിക്കാനാവില്ല. അത് മനുഷ്യ സഹജമാണ് ആ സ്വാർത്ഥത. മക്കളോടുള്ള ഈ സ്നേഹം മനുഷ്യ സഹജമായൊരു സ്വാർത്ഥതയാണ് എന്ന് പറയാതിരിക്കാനാവില്ല. എന്നാൽ ശ്രീരാമകൃഷ്ണൻ്റെ സ്നേഹം
എങ്ങനെയായിരുന്നു എന്ന് ഞാൻ എങ്ങനെ വാക്കുകളിൽ അവതരിപ്പിക്കും? മറ്റുള്ളവർ പറഞ്ഞു കേട്ട ഒരു ശ്രീരാമകൃഷ്ണൻ, എൻ്റെ സ്വന്തം അനുഭവത്തിലുള്ള ശ്രീരാമകൃഷ്ണൻ, ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ശ്രീരാമകൃഷ്ണനെ എനിക്കറിയാം. മറ്റുള്ളവർ പറഞ്ഞു കേട്ട ഒരു ശ്രീരാമകൃഷ്ണൻ, എൻ്റെ സ്വന്തം അനുഭവത്തിലുള്ള ശ്രീരാമകൃഷ്ണൻ. ഈ രണ്ടവസ്ഥയിലും എന്നിലുള്ള അനുഭവം എന്നത് എൻ്റെ ആത്മാവിൻ്റെ അനുഭവമാണ്. ഈ രണ്ടും എൻ്റെ ആത്മാവിൻ്റെ അനുഭവമാണ്. അതെങ്ങനെയാണ് എഴുതാൻ പറ്റുക? വീണ്ടും അതാണ് പ്രശ്നം. ഇത് എഴുതാൻ പറ്റുമോ എന്നുള്ളത് ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. എങ്ങനെ എഴുതണം എന്ന് ആലോചിച്ചതാണ് ഈ വന്നത് മുഴുവൻ. ഇപ്പം എൻ്റെ അനുഭവത്തിലൊരു ശ്രീരാമകൃഷ്ണനുണ്ട്, മറ്റുള്ളവർ പറഞ്ഞു കേട്ട ഒരു ശ്രീരാമകൃഷ്ണനുണ്ട്. അത് ഗിരീഷ് ചന്ദ്ര ഘോഷ് അത് പറയാൻ കാരണം, ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ ഭൂരിഭാഗം സമയം, ഭഗവാനെ ആദ്യമായി കണ്ടത് മുതലുള്ള ഭൂരിഭാഗം സമയം, അല്ലെങ്കിൽ കണ്ടെന്ന് പറയാൻ പറ്റും, കണ്ട് ഭഗവാനെക്കുറിച്ച് കേട്ടറിഞ്ഞ സന്ദർഭം, അതായിരിക്കും കുറെ കൂടെ ഭേദം. കണ്ടു എന്ന് പറയുമ്പോൾ കാണൽ എന്നുള്ളതിന് അത്രയും പ്രസക്തമില്ല. 80കളിൽ മുതൽ കേട്ടറിഞ്ഞ ഒരു ശ്രീരാമകൃഷ്ണനുണ്ട്. ആ കേട്ടറിഞ്ഞ ശ്രീരാമകൃഷ്ണനും അവസാനം 84 മുതൽ 86 വരെ തൻ്റെ അനുഭവത്തിലുള്ള ശ്രീരാമകൃഷ്ണനും, ഈ രണ്ട് തരത്തിലുള്ള ശ്രീരാമകൃഷ്ണൻ എൻ്റെ അനുഭവതലത്തിലുണ്ട്. ഈ രണ്ടവസ്ഥയിലും എന്നിലുള്ള അനുഭവം എന്നത് എൻ്റെ ആത്മാവിൻ്റെ അനുഭവമാണ്. അതെങ്ങനെ എനിക്ക് എഴുതാൻ പറ്റും എന്നാണ് ചോദിച്ചത്. നമ്മളൊരു തീർത്ഥാടന കേന്ദ്രത്തിൽ പോവുകയാണെങ്കിൽ അവിടുത്തെ കാഴ്ച നമുക്ക് എഴുതാൻ പറ്റും. എനിക്ക് തോന്നി ഗിരീഷ് ചന്ദ്ര ഘോഷ് ഇത്രയും മനോഹരമായ, അത്ഭുതപൂർവ്വമാണ് ഞാൻ ആ ഭാഗം വായിച്ചത്. എത്ര ഭഗവാന്റെ കാര്യം അനുഭവം ഇതുവരെ എഴുതിയിട്ടില്ല. ഭഗവാനെ അദ്ദേഹം കണ്ടതോ ഭഗവാന്റെ അനുഭവ സ്ഥലത്തിലേക്ക് ഒന്നും ഇതുവരെ പോയിട്ടില്ല. പക്ഷെ ഈ ആലോചന എത്ര ആധ്യാത്മികതയുടെ എത്ര തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഗിരീഷ് ചന്ദ്ര ഘോഷിനെ പോലുള്ള ഒരാൾ എഴുതുന്നത്. കാരണം നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിത പശ്ചാത്തലവും ജീവിത ശൈലിയും എല്ലാം നമുക്കറിയാം, എങ്ങനെയുള്ള ആളാണെന്നൊക്കെ നമുക്കറിയാം. അതെല്ലാം വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതുവരെ കാണാത്തൊരു ഗിരീഷ് ചന്ദ്ര ഘോഷിനെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇപ്പോൾ പറയാം, നമ്മളൊരു തീർത്ഥാടന കേന്ദ്രത്തിൽ പോവുകയാണെങ്കിൽ അവിടുത്തെ കാഴ്ചകൾ നമുക്ക് എഴുതാൻ പറ്റും. എന്ത് രസമായിട്ടാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് അത് സമർത്ഥിക്കുന്നത്. നമ്മളൊരു തീർത്ഥാടന കേന്ദ്രത്തിൽ പോകുന്നു, നമ്മളോട് അതിനെക്കുറിച്ച് നമുക്ക് അവിടുത്തെ കാഴ്ചകളെക്കുറിച്ച് എഴുതാൻ പറ്റും. പക്ഷേ അവിടെ പോയപ്പോൾ ഉണ്ടായ അനുഭവം നമ്മളെങ്ങനെ എഴുതാൻ പറ്റുമോ? അവിടെ പോയപ്പോഴുണ്ടായ അനുഭവം നമുക്ക് എഴുതാൻ പറ്റില്ല, കാഴ്ച മാത്രമേ എഴുതാൻ പറ്റൂ. ഇത് മുമ്പൊരിക്കൽ നമ്മളിവിടെ മറ്റേതോ ഒരു സന്ദർഭത്തിൽ പറഞ്ഞപ്പോൾ ഈശ്വരാൻ സ്വാമികൾ എന്തോ പറഞ്ഞ ഒരു കാര്യം, ഈ ഗുരുവായൂരിൽ പോയൊരു ഭക്തൻ്റെ കാര്യം നമ്മളിത് ചർച്ച ചെയ്തതാണ്. അത് സമാനമായിട്ടുള്ള തോന്നി. കാര്യം ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വന്ന ഭക്തൻ ഈശ്വരാൻ സ്വാമികളോട് പറഞ്ഞത് ഗുരുവായൂരിൽ ഒരുപാട് കടകൾ, ഹോട്ടലുകൾ ഒക്കെ വന്നിട്ടുണ്ടെന്നാണ്. അതിൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ചാണ് വിവരിച്ചത്. കൃഷ്ണനെ കണ്ട കാര്യം അയാളുടെ ഓർമ്മയിൽ പോലുമില്ല, അത് ഓർമ്മയിൽ തെളിയുന്നത് പോലുമില്ല. അയാൾ വിവരിക്കുന്നത് മുഴുവനും ഗുരുവായൂരിലെ കടകളെയോ അവിടുത്തെ ഭക്ഷണങ്ങളെക്കുറിച്ചോ അവിടെ ചുറ്റുപാടും കണ്ട കാഴ്ചകളെക്കുറിച്ചാണ് അയാൾ വിവരിച്ചത്. പക്ഷെ കൃഷ്ണനെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ കൃഷ്ണനെ കാണുന്നതും അതിൻ്റെ ആ അനുഭവമുള്ളോ അയാൾക്ക് പറയാനും അറിയില്ല, അയാളുടെ ഓർമ്മയിൽ അത് നിൽക്കുന്നുമില്ല. കാര്യം ആ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ ബാക്കി നിന്നത് മുഴുവനും അവിടുത്തെ ചുറ്റുപാടുകളെക്കുറിച്ചുള്ള അനുഭവങ്ങൾ മാത്രമാണ്. നമ്മൾ ശബരിമലയിൽ പോയിട്ട് വന്നവർ ഇവിടെ വന്ന് പറയുമ്പോൾ അയ്യപ്പനെ കണ്ടുണ്ടായ നിർവൃതിയുടെ അനുഭവത്തെക്കുറിച്ച് നമുക്കറിയില്ല. കാര്യം അങ്ങനെ ഒരു അനുഭവതലം നമുക്ക് ഉണ്ടായതായിട്ട് നമുക്ക് തോന്നുന്നു പോലുമില്ല. ബാക്കി പമ്പ മുതൽ നടന്നതും കയറിയതും അവിടെ പോയതും പടി കയറിയതും ചവിട്ടും കുത്തും തള്ളും ഒക്കെ കൊണ്ടതും പോലീസും ഇതെല്ലാം വിവരിക്കാം. പക്ഷെ അയ്യപ്പനെ കണ്ടത് എങ്ങനെ വിവരിക്കും? അതിനേത് ഭാഷ ഉപയോഗിക്കാൻ പറ്റും? ഇതാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് എഴുതിയത്. നമുക്കൊരു തീർത്ഥാടന കേന്ദ്രത്തിൽ പോകുമ്പോൾ തീർത്ഥാടന കേന്ദ്രത്തെ പോയ വഴിയെക്കുറിച്ചോ അവിടുത്തെ കാഴ്ചകളെക്കുറിച്ചോ എഴുതാം. പക്ഷെ ഭഗവത് ദർശനത്തെക്കുറിച്ച് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇത് ശ്രീരാമകൃഷ്ണൻ്റെ സന്നിധാനത്തിലേക്ക് തനിക്ക് പോയെങ്കിൽ ആ ചുറ്റുപാടുകളെക്കുറിച്ച് എഴുതാൻ പറ്റും. പക്ഷെ ശ്രീരാമകൃഷ്ണദേവൻ്റെ സ്നേഹത്തെക്കുറിച്ചോ അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിൽ നിന്ന് തനിക്ക് കിട്ടിയിട്ടുള്ള ആ സ്നേഹം എങ്ങനെയാണെന്ന് ഏത് ഭാഷയിലാണ് എനിക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷ് എൻ്റെ ബംഗ്ലാ ഭാഷയിൽ അതിന് യാതൊരു തരത്തിലുള്ള വഴിയുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് എഴുതാനുള്ള അക്ഷരമില്ലെന്നാണ് പറഞ്ഞത്. അത് എഴുതാൻ അക്ഷരം ബംഗാളി ഭാഷയിലില്ല, ലിപിയില്ല. അക്ഷരം എന്നല്ല പറഞ്ഞ ലിപി, അത് എഴുതാനുള്ള ലിപി ബംഗാളി ഭാഷയിലില്ല എന്നാണ് പറഞ്ഞത്.
അതുകൊണ്ട് തന്നെ തൻ്റെ ആത്മകഥ എനിക്ക് എഴുതാനാവില്ല. ആത്മകഥ എഴുതാൻ പറ്റില്ല, പക്ഷെ ജീവിതകഥ എഴുതാം. ഇതാണ് ഈ രണ്ട് വാക്കുകൾ നമ്മൾ വളരെ തെറ്റായിട്ട് ഇത്രയും കാലം ഉപയോഗിച്ചത്. ഇത് ഗിരീഷ് ചന്ദ്ര ഘോഷ് എഴുതി വന്നപ്പോഴാണ് എനിക്കും ഇത്രയും കാലം നമ്മൾ എല്ലാവരും പറയും ഒരാളുടെ ആത്മകഥ എന്ന് എഴുതും. ആർക്കും ആത്മകഥ എഴുതാൻ പറ്റില്ല. എഴുതാവുന്നത് ജീവിതകഥയാണ്. ആത്മകഥ ആർക്ക് എഴുതാൻ പറ്റും? നമ്മൾ എല്ലാം ഈ ബയോഗ്രഫി എന്ന് പറഞ്ഞ് ഇംഗ്ലീഷിൽ പറയുന്നതിനെ മുഴുവനും നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആത്മകഥ എന്നാണ്. ബയോഗ്രഫി ഒരിക്കലും ആത്മകഥയല്ല, അത് ലൈഫ് സ്റ്റോറി മാത്രമാണ്, ജീവിത കഥ മാത്രമാണ്. അപ്പം ഇത് ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ ഈ ഭാഗം വെച്ചപ്പോൾ നമ്മൾ ഇത്രയും നാൾ തെറ്റായിട്ടാണല്ലോ ആത്മകഥ എന്നല്ല. ആത്മകഥ എഴുതാനേ പറ്റില്ല. ആ വാക്കുകൊണ്ട് തന്നെ അറിയാം അത് എഴുതാൻ പറ്റാത്ത ആത്മകഥ ഒരിക്കലും ആർക്കും എഴുതാൻ പറ്റില്ല. ഗിരീഷ് ചന്ദ്ര ഘോഷ് അതാണ് പറഞ്ഞത്, എനിക്കെൻ്റെ ജീവിതകഥ വേണമെങ്കിൽ എഴുതാം, പക്ഷെ ആത്മകഥ എഴുതാൻ പറ്റില്ല എന്ന് ഗിരീഷ് ചന്ദ്ര ഘോഷ് ഉറപ്പിക്കുകയാണ് അവിടെ വെച്ച്. ആ എഴുതാൻ ഇപ്പം തുറന്നു വെച്ച കടലാസിൻ്റെ മുമ്പിലിരുന്നാണ് ഇത് മുഴുവനും ആലോചിക്കുന്നത്. എൻ്റെ ദയനീയാവസ്ഥയിൽ വായനക്കാർ എന്നോട് സദയം ക്ഷമിക്കണം എന്നാണ് എഴുതിയത്. ഇതാണ് ഇൻട്രോ ആയിട്ട് ആ ലേഖനത്തിൻ്റെ ഇതാണ് ഇൻട്രോ ആയിട്ട് എഴുതിയത്. ഇതാണ് ആ ലേഖനത്തിൻ്റെ ഇൻട്രോ. എൻ്റെ ദയനീയ അവസ്ഥയിൽ വായനക്കാർ എന്നോട് സദയം ക്ഷമിക്കണം, ഇതാണ് പറഞ്ഞത്. ഇനിയാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് ഓരോന്നായി വിവരിക്കാൻ തുടങ്ങുന്നത്. അതാണ് ആത്മകഥ എന്നുള്ളത് മാറി ജീവിതകഥ എന്നുള്ള ഭാഗത്തേക്ക് മാറുകയാണ്. അപ്പോൾ എങ്ങനെ എഴുതാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയിലേക്ക് അങ്ങനെയാണ് എത്തുന്നത്. നോക്കൂ, ഒരു രാത്രി മുഴുവൻ ആലോചിച്ച് നേരം വെളുപ്പിനെ വരെ ഇരുന്ന് ആലോചിച്ചതിൻ്റെ ഫലമാണിത്. നമ്മളിത് പറയുമ്പോൾ ഏകദേശം അരമണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 15-20 മിനിറ്റ് കൊണ്ട് നമ്മളിത് പറയും. പക്ഷെ ഒരു രാത്രി മുഴുവനും കാത്തിരുന്ന് ആലോചിച്ചുണ്ടാക്കിയതാണ് ഇത്രയും പറഞ്ഞു വന്നത്. ആലോചനയിലൂടെ വന്നത് ഒരു രാത്രി മുഴുവൻ എന്നിട്ടാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് പറയുന്നത്. ഇനി ഗിരീഷ് ചന്ദ്ര ഘോഷ് ഓരോന്നായി വിവരിക്കാൻ തുടങ്ങുന്നത്. അതൊരു നാടക സ്റ്റേജിൽ നടക്കുന്ന സംഭവങ്ങളുടെ രീതിയിലാണ്. ഗിരീഷ് ചന്ദ്ര ഘോഷിന് അങ്ങനെയാണ് എഴുതാൻ പറ്റൂ. കാരണം ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ ശീലം അതാണ്, നാടകം എഴുതിയാണ് ശീലം. പിന്നെ എങ്ങനെ എഴുതണം, എങ്ങനെയായിരിക്കും ഇനി അവതരിപ്പിക്കേണ്ടത് എന്ന് വെച്ചിട്ട് ഗിരീഷ് ചന്ദ്ര ഘോഷ് തിരഞ്ഞെടുക്കുന്ന ആ ഒരു മെത്തേഡ് ഓഫ് റൈറ്റിംഗ് എന്ന് പറയാം, അത് ഒരു നാടക സ്റ്റേജിൽ നടക്കുന്ന സംഭവങ്ങളുടെ രീതിയിലാണ്. കാരണം ഗിരീഷിന് നാടക ഭാഷയെ അറിയാവൂ. അതുകൊണ്ട് ഗിരീഷിൻ്റെ സ്മരണയാകുന്ന നാടകവേദിയിലേക്ക് ആദ്യം കടന്നു വരുന്നത് ആരൊക്കെയാണ്? അതാണ് ഗിരീഷ് അങ്ങനെ ഇനി ഓരോ കഥാപാത്രങ്ങളാക്കി. അപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷ് ഭഗവാനുമായിട്ടുള്ള ഈ ഓർമ്മകളെ ഒരു നാടകീയ രൂപത്തിലേക്ക് മാറ്റിയാണ്. അതിൻ്റെ ഫോർമാറ്റ് ഒരു ഡ്രാമ ഫോർമാറ്റിലേക്ക് മാറി, സ്ക്രീൻ പ്ലേ ഫോർമാറ്റിലേക്ക് മാറ്റി. എന്നിട്ട് ആലോചിക്കുകയാണ് ഇനി ആദ്യം കടന്നു വരുന്ന ഓരോ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്. അങ്ങനെ വരുന്നപ്പോൾ നരേന്ദ്രൻ ഉൾപ്പെടെയുള്ള അന്തരംഗ ശിഷ്യന്മാരാണ് വേദിയിലേക്ക് ആദ്യം കടന്നു വരുന്നത്. അവർ വളരെ ചെറുപ്പത്തിൽ തന്നെ ഭഗവാന്റെ സന്നിധിയിലെത്തി. അപ്പം അവരെക്കുറിച്ച് ആലോചിക്കുകയാണ്. അവരൊക്കെ നരേന്ദ്രാദികൾ ഉൾപ്പെടെയുള്ളവരൊക്കെ വളരെ യങ് സ്റ്റേജിൽ തന്നെ ഭഗവാന്റെ സന്നിധിയിലെത്തി. എന്നിട്ടോ അവരവസാനം സന്യാസവും സ്വീകരിച്ചു. എന്നിട്ട് പറയണം, അവരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം വീടും ബന്ധുക്കളെയും ഉപേക്ഷിക്കാൻ സാധിച്ചു. അതാണ് അവർക്കുണ്ടായ വലിയൊരു നേട്ടമായിട്ട് ഗിരീഷ് ചന്ദ്ര ഘോഷ് പറയുന്നത്. വളരെ യങ് സ്റ്റേജിൽ ഭഗവാന്റെ അടുത്തേക്ക് അവർ വരികയും അവരവരുടെ വീടിനെയും ബന്ധുക്കളെയും ഉപേക്ഷിച്ചു. ഞാൻ വന്നതോ 40 വയസ്സ് കഴിഞ്ഞിട്ടാണ്. ഭഗവാനെ അടുത്തെത്തുമ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷിന് 40 വയസ്സായി. 40 വയസ്സ് കഴിഞ്ഞിട്ടാണ്. അവരോടുള്ള ഭഗവാന്റെ സ്നേഹം വേണമെങ്കിൽ മനസ്സിലാക്കാം. എന്നാൽ ഞാനും എങ്ങനെ ആ സ്നേഹത്തിന് അതേ അളവിൽ അവകാശിയായി? അവരൊക്കെ കുട്ടികളായിട്ട് വന്നവരാണ്. അപ്പോൾ അവരോടുള്ള ആ ഒരു പിതാവിൻ്റെ സ്നേഹം അല്ലെങ്കിൽ അതനുസരിച്ചുള്ള ആ പരിലാളന ഭഗവാൻ അവരോട് ചൊരിഞ്ഞു കാണും. പക്ഷെ അതേ അളവിൽ എങ്ങനെ എന്നെ സ്നേഹിക്കാൻ കഴിയും? അല്ലെങ്കിൽ എങ്ങനെയാണ് ഭഗവാൻ എന്നെ അതേ അളവിൽ സ്നേഹിച്ചത്? ഇത് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, കാവി
സന്യാസത്തിന് വേണ്ട കാവി കൊടുക്കാൻ ഒരെണ്ണം മാറ്റിവെച്ചത് ആകെ ഒരാൾ, അത് ഗിരീഷ് ചന്ദ്ര ഘോഷിനാണ്. അപ്പോൾ അതേ അളവിൽ തന്നെയാണ് ഗിരീഷ് ചന്ദ്ര ഘോഷിന് അത് തിരിച്ചറിയാനാവും. സന്യസ്ത ശിഷ്യന്മാരുടെ അതേ അളവിൽ തന്നെയാണ് പിന്നെ കാണുന്ന ഒരു ലൗകിക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ഗിരീഷ് ചന്ദ്ര ഘോഷ് മാത്രമാണ്. അതും ചെല്ലുന്നതോ 40 വയസ്സിന് ശേഷം ചെല്ലുന്ന ഒരാൾ. ശ്രീരാമകൃഷ്ണൻ്റെ അടുത്ത് പലരും ചഞ്ചല മനസ്സുള്ളവരായിരുന്നു ചെന്നവരൊക്കെ, ചഞ്ചല മനസ്സുള്ളവരായിരുന്നു ചെന്നവർ. എന്നാൽ എൻ്റെ മനസ്സിൻ്റെ ചാഞ്ചല്യം ആലോചിച്ചാൽ അവരൊക്കെ എത്രയോ മുകളിലാണ്. കാര്യം ഈ ചെന്നവരെല്ലാം പല ചഞ്ചല മനസ്കരായിട്ടുള്ള ആളുകളാണ് ചെന്നത്. പക്ഷെ അവരുടെ ചാഞ്ചല്യം ബാലിശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവരെക്കാളൊക്കെ എത്രയോ, എൻ്റെ കാര്യം ആലോചിച്ചാൽ അവരൊക്കെ എന്നെക്കാളും എത്രയോ മുകളിലാണ്. ഞാൻ ഈ ചഞ്ചല മനസ്കരുടെ ഒരു നിരയിൽ ഏറ്റവും താഴെ കിടക്കുന്ന ആളാണ്. കാര്യം അത്രമാത്രം ചഞ്ചലമാണ് എൻ്റെ മനസ്സ്. ഒരു കാരണവശാലും ഭഗവാന്റെ സന്നിധാനത്തിൽ ചെല്ലാനോ ആ സ്നേഹം അനുഭവിക്കാനോ ഉള്ള യാതൊരു വിധത്തിലുള്ള മാനസിക പക്വതയും ഇല്ലാത്ത ഒരാൾ. അങ്ങനെയാണ് സ്വയം തിരിച്ചറിയുന്നത് ഗിരീഷ് ചന്ദ്ര ഘോഷ് സ്വയം. ജീവിത വഴിയിൽ വഴുതി വീണവർ വന്നിട്ടുണ്ട്, ജീവിതം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് വന്നവരുണ്ട്. എന്നാൽ ഞാൻ വീണത് ഹിമാലയത്തിന് മുകളിൽ നിന്നാണ്. അവർക്ക് വഴിയിലേ വീണുള്ളൂ, ഞാൻ ഹിമാലയത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ വീണ ഒരാളായിരുന്നു. അത് ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടും, അറിയാതെ. അങ്ങനെ ഹിമാലയത്തിൻ്റെ മുകളിൽ നിന്ന് വീണവർ, അത്ര അഗാധ തലത്തിൽ വീണ ഒരാളാണ്. ചെറുപ്പം മുതൽ നേരായ വഴിക്ക് നടന്നിട്ടേയില്ല, നേരായ വഴിക്ക് പോയിട്ടേയില്ല. തെറ്റുകൾ മാത്രം ചെയ്ത് ജീവിച്ച എന്നെ എത്ര വാത്സല്യത്തോടെയാണ് ഭഗവാൻ കണ്ടത്. തെറ്റുകൾ മാത്രമാണ് ചെയ്തത്, ജീവിതത്തിൽ ഒരിക്കലും ശരി ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ആ എന്നെ എത്ര വാത്സല്യത്തോടെയാണ് ഭഗവാൻ കണ്ടത്. കുട്ടിക്കാലം മുതൽ വഴിപിഴച്ച ഞാൻ വളർന്നപ്പോൾ നിരീശ്വരവാദിയായി. സ്വയം തൻ്റെ ആ പഴയ കാലത്തെ ഓർത്തെടുക്കുകയാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ്. കുട്ടിക്കാലം, തൻ്റെ ചെറുപ്പകാലം നിരീശ്വരവാദിയായിരുന്നു. ഈശ്വര വിശ്വാസമുള്ളവരെ ഞാൻ വല്ലാതെ കളിയാക്കുമായിരുന്നു. ശാസ്ത്രം വായിച്ച് പഠിച്ച ഞാൻ മതമെന്നാൽ ശുദ്ധ ഭാവനയും മിഥ്യയുമാണെന്ന് വാദിച്ചു. ശാസ്ത്രമാണ് ഞാൻ വായിച്ചു പഠിച്ചത്. അപ്പം മതം എന്ന് പറയുന്നത് ശുദ്ധ അബദ്ധമാണ്, അതായത് അത് വെറും ഒരു ഭാവന മാത്രമാണ്, അതൊരു മിഥ്യയാണ് എന്ന് സമർത്ഥിക്കാൻ എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു, അല്ലെങ്കിൽ വലിയ താല്പര്യമായിരുന്നു. ഞാൻ ആ നിലയ്ക്ക് വന്ന ഒരാളാണ്. അതാണ് എൻ്റെ തുടക്കം തന്നെ. ഭഗവാനെ കാണുന്നതിന് മുമ്പുള്ള എൻ്റെ അവസ്ഥ ഈ തരത്തിലുള്ള ഒരു നിരീശ്വരവാദിയുടെ അവസ്ഥയായിരുന്നു. പിന്നെ പറയുന്നത്, പുരോഹിതന്മാർ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് സമൂഹത്തെ പേടിപ്പിക്കുകയാണെന്നാണ് ഞാൻ പറഞ്ഞത്. പലരോടും ഞാൻ ചെറുപ്പകാലത്ത് പറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ തുടക്കകാലത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ നാടകങ്ങളെ ഞാൻ കാഴ്ചപ്പാടും അത് തന്നെയായിരുന്നു. എൻ്റെ തുടക്കകാലത്തെ നാടകങ്ങളുടെ കാഴ്ചപ്പാടും അല്ലെങ്കിൽ കലാമേഖലയിൽ വന്നപ്പോഴുണ്ടായിരുന്ന കാഴ്ചപ്പാടുകളെല്ലാം അതായിരുന്നു. ഈ പുരോഹിതന്മാർ എന്ന് പറയുന്നവർ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് സമൂഹത്തെ മുഴുവൻ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞു. ലക്ഷ്യം നേടാൻ ഏത് മാർഗവും സ്വീകരിക്കാം എന്നതായിരുന്നു എൻ്റെ പക്ഷം. നമ്മളൊരു ലക്ഷ്യത്തിലെത്തണമെങ്കിൽ അതിന് ഏത് മാർഗവും സ്വീകരിക്കാം എന്നതായിരുന്നു. പകൽ വെളിച്ചമാണ് പാപം എന്ന ബോധമുണ്ടാക്കുന്നത്. അത് ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ ആ കാലത്തെ കണ്ടുപിടുത്തമാണ്. ഒരു പാപം എന്നുള്ള ബോധം നമ്മിൽ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം അത് പകൽ വെളിച്ചത്തിൽ സംഭവിക്കുന്നത് കൊണ്ടാണ്. രഹസ്യമായി നിറവേറ്റുകയാണെങ്കിൽ ഒരു പാപബോധവും തോന്നില്ല. വളരെ കൃത്യമാണ്. അത് പകൽ വെളിച്ചത്തിൽ വരുമ്പോഴാണ് അതിൻ്റെ പാപം എന്ന ബോധമുണ്ടാകുന്നത്. അത് രഹസ്യമായിട്ടാണ് നിറവേറ്റുന്നതെങ്കിൽ അതൊരു പാപബോധം തോന്നേണ്ട ഒരു കാര്യവുമില്ല. നോക്കൂ, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ ഈ വാർത്തകളിൽ കാണുന്ന കാര്യമാണിത്. ഇതൊരു നാടക പ്രവർത്തകനാണ് എഴുതിയത്. അപ്പോൾ ഇന്ന് നമ്മൾ നിരന്തരം ടെലിവിഷൻ വാർത്തകൾ ശ്രവിക്കുന്നത് ഈ പറഞ്ഞ വാചകമാണ്. എന്താണ്? പകൽ വെളിച്ചത്തിലാണത് പാപം തോന്നുന്നത്. രഹസ്യമായി ചെയ്യുന്നതൊന്നും പാപമാണെന്ന ബോധം ഉണ്ടാകാത്തത് കൊണ്ടാണ് ആ പാപം അവർ ചെയ്യുന്നത്. ബുദ്ധിശക്തിയിലൂടെയാണ് ഒരാൾ തൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കുന്നത്. ഒരാൾക്കൊരാളുടെ ഒരു ആഗ്രഹം സാധിക്കുന്നത് അയാളുടെ ബുദ്ധിശക്തി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചുറപ്പിച്ച് മുന്നോട്ട് പോയ എനിക്ക് എൻ്റെ കർമ്മഫലങ്ങളുടെ ഭാഗമായ തിരിച്ചടികൾ ഉണ്ടാവാൻ തുടങ്ങി. അതാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് പറയുന്നത്. ഇതായിരുന്നു എൻ്റെ മനോഭാവം, ഇതായിരുന്നു എൻ്റെ ആറ്റിറ്റ്യൂഡ്.
അവസാനം എനിക്ക് ജീവിതത്തിൽ തിരിച്ചടികൾ ഉണ്ടാവാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ പതുക്കെ പതുക്കെ ചിന്തിച്ചത്, ഇനി ദൈവം ഉണ്ടോ എന്നൊരു സംശയം. കാരണം തിരിച്ചടികളാണ് വരുന്നത്. ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ ജീവിതത്തിൽ നമുക്കറിയാം, അത് മുഴുവൻ ഇത്രയും തിരിച്ചടി കിട്ടിയ ഒരാളെ ജീവിച്ചിരിക്കില്ലായിരുന്നു, ഉറപ്പാണ്. ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ ജീവിതത്തിലുണ്ടായ, ഗിരീഷ് ചന്ദ്ര ഘോഷിനുണ്ടായ അനുഭവങ്ങൾ ആലോചിച്ചാൽ ലൗകിക തലത്തിൽ, അതാണ് ലൗകിക തലത്തിലുണ്ടായ അദ്ദേഹത്തിൻ്റെ ആ ജീവിതത്തിലെ ആഘാതങ്ങൾ ആലോചിച്ചാൽ ജീവിച്ചിരിക്കുക പോലുമില്ല. ഒരു മക്കൾ എത്ര ഉണ്ടായിട്ടെന്താ, ഒരാൾ പോലും ജീവിക്കുന്നില്ല. 2-3 വയസ്സാകുമ്പോൾ നിരന്തരം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാര്യ മരിക്കുന്നു, രണ്ടാമത് വിവാഹം കഴിക്കുന്നു, വീണ്ടും മക്കളുണ്ടാകുന്നു, 3 മക്കളും മരിക്കുന്നു. നമുക്ക് കുടുംബത്തിൽ ആരുമില്ലാത്തവനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എത്ര 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 ഈശ്വരൻ ഇത്രയും കാർക്കശ്യത്തോടു കൂടി സമീപിച്ച ഒരു വ്യക്തിത്വം ഉണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെ തോന്നും. അതിന് തക്ക എന്ത് പാപഭാരമാണ് തനിക്കുണ്ടായെന്നുള്ള തോന്നൽ ഗിരീഷ് ചന്ദ്ര ഘോഷിനെ വിഷമിപ്പിക്കുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെയാണ് ശ്രീരാമകൃഷ്ണദേവൻ മോചിപ്പിച്ചെടുത്ത ആ വ്യക്തിത്വത്തെ. അപ്പോൾ ആ ഒരു മദ്യപാനിയായി മദ്യത്തിൽ മുങ്ങിക്കിടക്കുന്ന ആ ഒരു വ്യക്തിത്വത്തെ എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരാൾ കൂടിയാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ്. ബാക്കി സാധാരണ ഒരാളാണെങ്കിൽ ആത്മഹത്യയല്ല, അതിനപ്പുറം എന്താണെന്ന് വെച്ച് ആലോചിച്ചു. അത്രമാത്രം ജീവിതക്ലേശം അനുഭവിച്ച, ജീവിതത്തിൽ തിരിച്ചടികൾ നേരിട്ട ഒരാളാണ്. ഭഗവാന്റെ കൈത്താങ്ങുണ്ടായിരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ അത് ഏതെങ്കിലും അഴുക്കുചാലിൽ പുഴുത്ത് ചാവുമായിരുന്നു എന്നൊക്കെ പറയുന്ന പോലത്തെ അവസ്ഥ ഗിരീഷ് ചന്ദ്ര ഘോഷിനുണ്ടാവുമെന്ന് ഗിരീഷ് ചന്ദ്ര ഘോഷ് തന്നെ തിരിച്ചറിഞ്ഞു പിന്നീട്. അപ്പോഴാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് ഈ തിരിച്ചടികൾ ജീവിതത്തിൽ ഉണ്ടായി തുടങ്ങുക. എപ്പോഴും നമ്മൾ അങ്ങനെയാണ്, നമുക്കൊരു തിരിച്ചടി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പുനർചിന്തിക്കുന്നത്. അങ്ങനെ ജീവിതത്തിൽ പതുക്കെ പതുക്കെ ചിന്തിച്ചു തുടങ്ങിയപ്പോഴാണ് ഗിരീഷ് ചന്ദ്ര ഘോഷിനൊരു സംശയം വരുന്നത്, ഇനി ദൈവം ഉണ്ടാവുമോ, അതുകൊണ്ടാണോ തനിക്ക് ഈ അനുഭവം വരുന്നതെന്നാണ്. അങ്ങനെ ചിന്തിച്ചു നടന്ന അവസരത്തിലാണ് ഭഗവത്ഗീതയിലൊരു ശ്ലോകം അദ്ദേഹം വായിക്കാനിടവരികയാണ്. ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം അദ്ദേഹം വായിക്കാനിട വന്നതിനെക്കുറിച്ചിട്ട് ഗിരീഷ് ചന്ദ്ര ഘോഷ് പറയുന്നുണ്ട്. ഇങ്ങനെ ഇനി ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല, ഇനി ഉണ്ടാവോ എന്നൊരു ഇത്രയും നിരീശ്വരവാദം കാർക്കശ്യത്തോടു കൂടി അവതരിപ്പിച്ച ആൾ പറയുകയാണ്, ഇനി ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് സംശയത്തിലേക്ക് എത്തിയപ്പോൾ. അപ്പോൾ ആ സന്ദർഭത്തിലാണ് ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം അദ്ദേഹം വായിക്കുന്നത്. ആ ശ്ലോകം ഇതാണ്: അനന്യാശ്ചിന്തയന്തോമായി. ശ്ലോകം ഞാൻ വായിക്കാം. അനന്യാശ്ചിന്തയന്തോമായി യേ ജനാഃ പര്യുപാസത്തെ തേഷാൻ നിത്യാഭിയുക്താനായി യോഗക്ഷേമം വഹാമ്യഹം. അതായത് ഭഗവത്ഗീത 9-ാം അധ്യായത്തിൽ 22-ാമത്തെ ശ്ലോകമാണത്. അനന്യാശ്ചിന്തയന്തോമായി യേ ജനാഃ പര്യുപാസത്തെ തേഷാൻ നിത്യാഭിയുക്താനായി യോഗക്ഷേമൗ വഹാമ്യഹം. ഇതാണ് നമുക്ക് വളരെ എല്ലാവർക്കും അറിയാവുന്നൊരു ശ്ലോകമാണ്, പരിചിതമായ. പ്രത്യേകിച്ച് യോഗക്ഷേമം വഹാമ്യഹം എന്നുള്ള വാക്ക് നമ്മൾ നിരന്തരം കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഗിരീഷ് ചന്ദ്ര ഘോഷിനെ മാത്രമല്ല, ഭാരതത്തിൽ അനേകം പേരെ ഈ ശ്ലോകം ആകർഷിച്ചിട്ടുണ്ടാവും. ഗീത മുഴുവൻ വായിച്ചിട്ടില്ലാത്ത ഒരാൾക്കും, ഗീത ഒരിക്കൽ പോലും വായിച്ചിട്ടുള്ള ഒരാൾക്കും കേട്ടറിവ് കൊണ്ടെങ്കിലും ഈ ശ്ലോകം പരിചിതമാണ്. ഇതിൻ്റെ അവസാനത്തെ വരിയെങ്കിലും യോഗക്ഷേമം വഹാമ്യഹം. ഇപ്പം സംഭവാമി യുഗേ യുഗേ എന്ന് കേട്ട് പരിചയം ഉണ്ടായ പോലെ ഇത് കേട്ടെങ്കിലും വരും. അനന്യായേ ജനാഫ്, വേറൊന്നില്ലാതെ ജനങ്ങൾ. എന്തായിരുന്നു ആ ശ്ലോകം? അനന്യായേ ജനാഫ്, വേറൊന്നില്ലാതെ ജനങ്ങൾ, മായി ചിന്തയന്ത, എന്നെ ഓർത്തുകൊണ്ടിരിക്കുന്നവരായിട്ട്, വേറൊന്നിനെയും ആശ്രയിക്കാതെ, വേറൊന്നുമില്ലാതെ എന്നെ മാത്രം ഓർത്തുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ, എന്നെ മാത്രം ഉപാസിച്ചു കൊണ്ടിരിക്കുന്നവരായിട്ടുള്ള ജനങ്ങൾ, മനസ്സെന്നിൽ തന്നെ ഉറപ്പിച്ചവരായിട്ട്, നിത്യാഭിയുക്തനായി മനസ്സെന്നിൽ തന്നെ ഉറപ്പിച്ചവനായിട്ട് ആരുണ്ടോ അവരുടെ യോഗത്തെയും ക്ഷേമത്തെയും ഞാൻ ഏറ്റെടുക്കും. ഇതിൽ പരം ജീവിത ക്ലേശത്തിലോ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിലോ നിൽക്കുന്ന ഒരാൾക്ക് ഇത് ഏറ്റവും വലിയ ഔഷധമായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അത് ഗിരീഷ് ചന്ദ്ര ഘോഷിനെപ്പോൾ ഒരാൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. നോക്കി, എന്നെ മാത്രം ചിന്തിക്കുന്ന ഒരാൾ, എന്നെക്കുറിച്ച് മാത്രം, എന്നെ മാത്രം ഉപാസിക്കുന്ന ഒരാൾ, അങ്ങനെ ഒരാൾക്ക്, അവർ മനസ്സെന്നിൽ ഉറപ്പിച്ച് നിർത്തുന്ന അങ്ങനെയുള്ള ഒരാൾക്ക് അവരുടെ
യോഗത്തെയും ക്ഷേമത്തെയും ഞാൻ സ്വയം ഏറ്റെടുക്കും എന്നാണ് ശ്രീകൃഷ്ണൻ പറയുന്നത്. ഇത് മനക്ലേശം അനുഭവിക്കുന്ന ഗിരീഷ് ചന്ദ്ര ഘോഷിന് പെട്ടെന്നൊരു വലിയ ഉണർവിലേക്കാണ് പോകുന്നത്. ഇതിൽ പരം ഒരു ആശ്വാസവാക്ക് കിട്ടാനില്ല അദ്ദേഹത്തിന്. ഭഗവാനെ പരിചയപ്പെട്ടിട്ടില്ല എന്ന് ഓർക്കണം. ഭഗവാനെ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല. പക്ഷേ ഭഗവാന്റെ മുന്നിൽ എത്തുന്നതിന് മുമ്പ് തൻ്റെ മനസ്സ് പരിപാകപ്പെട്ട്, അതും ഒരു ഭഗവത് ലീലയാണത്. ഒരാൾ ഭഗവത് സന്നിധിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഏതു വിധമാണ് ആ മനസ്സ് പരിപാകപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഓരോ ഘട്ടങ്ങളാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് ഇത് പറയുന്നത്. എന്നിട്ട് ഗിരീഷ് ചന്ദ്ര ഘോഷ് ഇനി മുന്നോട്ട് പറഞ്ഞു പോകുമ്പോൾ, നമുക്കത് അത്രയും എത്തണമെങ്കിൽ ഇനി അടുത്ത ദിവസമേ പറ്റൂ, എന്നാലും മുന്നോട്ട് പോകുമ്പോൾ പറയുന്നത് ഭഗവാനെ പല ഘട്ടങ്ങളിലായിട്ട് കണ്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് പല ഘട്ടങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഈ പല ഘട്ടങ്ങളിൽ കണ്ടപ്പോൾ ഒന്നും തന്നെ അത്തരത്തിലുള്ള ഒരു ഭഗവാനോടുള്ള ഒരു എന്താ ഭക്തിയോ അല്ലെങ്കിൽ ഒരു അടുപ്പമോ ഒന്നും ഗിരീഷ് ചന്ദ്ര ഘോഷിന് തോന്നിയിട്ടില്ല. ഈവൻ ഭഗവാൻ ആദ്യമായിട്ട് ആ നാടകം കാണാൻ വരുന്ന 84-ലെ ആദ്യത്തെ കാഴ്ച പോലും ഗിരീഷ് ചന്ദ്ര ഘോഷ് അപ്പോൾ പോലും ഭഗവാന്റെ ആ കൃപയ്ക്ക് പാത്രമാകുന്ന തരത്തിൽ ആ മനസ്സ് പാകപ്പെട്ടിട്ടില്ല. ആ 84-ൽ നാടകം കാണാൻ ചെല്ലുമ്പോൾ അന്ന് പോലും പറഞ്ഞത് ഭഗവാന്റെ ടിക്കറ്റ് ഒക്കെ ഫ്രീ ആയിട്ട് തരാം, ബാക്കിയുള്ളവരൊക്കെ വേറെ ടിക്കറ്റ് എടുത്തോളാം എന്ന് അങ്ങനെ പറഞ്ഞ ആളാണ്. അങ്ങനെ ഇരിക്കുന്ന അങ്ങനെ ഒരു 3-4 തവണ ഗിരീഷ് ചന്ദ്ര ഘോഷ് കണ്ട അനുഭവം ഇനി വിവരിക്കുന്നുണ്ട്. അത് ഭഗവാനോട് ആഭിമുഖ്യമൊന്നും തോന്നാത്ത ആ സാഹചര്യത്തിൽ 3-4 തവണ കണ്ടത് ഗിരീഷ് ചന്ദ്ര ഘോഷ് ഇനി വിവരിക്കുന്നുണ്ട്. അത് ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്. അതിൻ്റെ അവസാനത്തിൽ ഒരു സന്ദർഭത്തിലാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് തൻ്റെ വീടിൻ്റെ മുന്നിൽ ഇരിക്കുമ്പോൾ, നമുക്കറിയാം നേരത്തെ നമ്മൾ പലതവണ പറഞ്ഞാണ്, ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ വീടും ബൽറാം ബസുവിൻ്റെ വീടും നേരെ ഓപ്പോസിറ്റാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ ആ വീട് കാണാം, അവിടെ നോക്കിയാൽ ഈ വീട് കാണാം. നേരെ ഒരേ വഴിയുടെ രണ്ടറ്റത്ത് ഉള്ള 2 ഓപ്പോസിറ്റ് സൈഡിലുള്ള വീടുകളാണ്. അപ്പോൾ ആ വീടിൻ്റെ വരാന്തയിൽ ഒരു ദിവസം ഗിരീഷ് ചന്ദ്ര ഘോഷ് ഇരിക്കുമ്പോൾ മുന്നിലൂടെ റോഡിലൂടെ ഭഗവാൻ നടന്നു പോകുന്നു ബൽറാം ബോസിൻ്റെ വീട്ടിലേക്ക്. അപ്പോഴാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് പിന്നാലെ ഓടിച്ചെന്ന് ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. അവിടെ മുതലാണ് ഗിരീഷ് ചന്ദ്ര ഘോഷിൽ മാറ്റം ഉണ്ടാകുന്നത്. മാറ്റമല്ല, ഗിരീഷ് ചന്ദ്ര ഘോഷ് സറണ്ടർ ആകുന്നത്. അതാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് പിന്നീട് വിവരിക്കുന്ന ആ ഭാഗങ്ങൾ. തൻ്റെ മനോവിചാരങ്ങളിൽ വീണ്ടും എഴുതി വരുന്നത് ഇനി കാഴ്ചപ്പാടുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് നമുക്ക് അടുത്ത ദിവസം നമുക്ക് ആ ഭാഗം പറയാം. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ സർ. നമസ്തേ. നമസ്തേ. നാമം ജപിക്കാം. സമയം പോയത് അറിഞ്ഞില്ല. അതെ. സമയം പോയത് അറിഞ്ഞില്ല. സത്യം. ഓം ശ്രീ ശാരദാ ദേവി നമഃ. ഓം ശ്രീ ശാരദാ ദേവി നമഃ. ഓം ശ്രീ ശാരദാ